ഹലോ, നമസ്കാരം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സോയാ ബുർജിയാണ്. നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് കുറച്ച് കുരുമുളക് വേണം, 2 ഏലക്കായ, പട്ട, ഗ്രാമ്പു, തക്കോലം, ഇതൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് സോയാബീൻ എടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ച് വെള്ളം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിനൊന്ന് ചതച്ചെടുക്കണം. നമ്മൾ അതിനെ ചതച്ചെടുക്കുകയാണ്, അരച്ചെടുക്കുകയല്ല. നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഒരു നൂല് പരുവത്തിലാവും. നമ്മളിപ്പോൾ ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാ മസാലയും ഒന്ന് ഇതേപോലെ തന്നെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു സവാള വേണം, ഒരു ചെറിയ സവാള ഞാൻ എടുത്തിട്ടുണ്ട്. ആ സവാള ഒന്ന് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അതവിടെ മാറ്റി വെക്കട്ടെ. നമ്മൾ എണ്ണ ചൂടാക്കിയിട്ട് നമ്മൾ അതിലേക്ക് നമ്മളുടെ ചതച്ചു വെച്ചിരിക്കുന്ന മസാലയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് മൂത്ത് വരട്ടെ. അതിനൊന്ന് വഴറ്റി കൊടുക്കുക. അതൊന്ന് മൂത്ത് വരട്ടെ. അതിനൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. അതൊന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിലേക്ക് നമ്മളുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർക്കാൻ പോവുകയാണ്. സവാള ചെറുതായിട്ട് അരിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതൊന്ന് സവാള പെട്ടെന്ന് ഒന്ന് മൂത്ത് കിട്ടിക്കോളും. അതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇത് വല്ല അപ്പത്തിനോ അല്ലെങ്കിൽ ചപ്പാത്തിക്കോ ഒക്കെ നല്ല ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു കിഡിലൻ കറിയാണ് ഈ സോയ ബുർജി എന്ന് പറയുന്നത്. നമ്മളുടെ എഗ് ബുർജിയുടെ പകരം നിൽക്കുന്ന ഒന്ന് തന്നെയാണ് ഈ സോയാ ബുർജി എന്ന് പറയുന്നത്. ഭയങ്കര ടേസ്റ്റിയാണ്. ഇനിയിപ്പോ ഇതിലേക്ക് നമ്മൾ കുറച്ച് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നു. ഇത് നല്ല എരിവുള്ളതായതുകൊണ്ട് ഞാനൊരു 1/4 ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എരിവ് എങ്ങനെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിന്റെ അളവ് ഞാൻ പറഞ്ഞില്ല, എന്നാൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്കറിയാലോ ഉപ്പ് എങ്ങനെ ചേർക്കേണ്ടത്, അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു 1/2 സ്പൂൺ ഉപ്പാണ് ഞാൻ ഇതിന്റെ ആവശ്യത്തിന് വേണ്ടി ചേർത്തിട്ടുള്ളത്. ഈ സോയാബീൻ എന്ന് പറയുന്നത് ഭയങ്കര ഹൈ പ്രോട്ടീൻ ഉള്ളതായതുകൊണ്ട് തന്നെ നമ്മൾ 100 ഗ്രാം ചിക്കനിലുള്ള അത്ര തന്നെ പ്രോട്ടീനും സോയാബീനും ഉണ്ടാവും. ഇതിലേക്ക് നമ്മൾ സാധാരണ ജീരകം കൂടി ചേർക്കുകയാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ ഇത് നല്ല ജീരകത്തിന്റെ ഫ്ലേവർ കൂടുതലായിരിക്കും. അതുകൊണ്ട് കുറച്ച് ജീരകം കുറച്ച് കൂടുതൽ ചേർത്തോളൂ. നമ്മൾ പണ്ട് ജീരക മിഠായിയൊക്കെ തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ആരൊക്കെ ജീരക മിഠായി നല്ല നൊസ്റ്റാൾജിക് ആയിട്ട് നല്ല ഓർമ്മ വരുന്നതെന്ന് കമന്റ് ചെയ്യും. ഇതിലേക്ക് നമ്മൾ ആ ബേ ലീഫ് ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന സോയാബീനും കൂടി ചേർത്ത് കൊടുക്കുന്നു. നന്നായിട്ടൊന്ന് വഴറ്റി എല്ലാം മിക്സ് ആവട്ടെ. അതൊന്ന് നല്ല മിക്സായി വരട്ടെ. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളം നമ്മൾ ചേർത്തിട്ടുള്ളൂ. ഒന്ന് അത് കിടന്നിട്ട് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം, എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാനുള്ള വെള്ളം മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. ഇത് നമ്മൾ എല്ലാം ഒന്ന് നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. അതവിടെ കിടന്ന് വെന്ത് തുടങ്ങി. നന്നായിട്ടൊന്ന് വെന്താ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് എല്ലാം അതിൻ്റെ ഉള്ളിൽ. അപ്പൊ നമ്മൾ കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും ഒക്കെ എടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് ഒന്ന് പൊട്ടിച്ചങ്ങിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് വെന്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക. നമ്മളുടെ പരിപാടി കഴിഞ്ഞു. നല്ല കിഡിലൻ സോയാ ബുർജി റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യുക.